ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണച്ച പത്തിരിയാണ്. കണ്ണ് വെച്ച പത്തിരി. ഇത് പത്തിരി എന്ന് വിളിക്കുകയാണെങ്കിലും ഇതൊരു പൂരി അല്ലെങ്കിൽ മടക്കി ചപ്പാത്തിയൊക്കെ കമ്പൈൻ ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യണ ഐറ്റമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണ്. ഇത് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ഇറച്ചിക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി ഒക്കെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പിന്നെ വെറുതെ പ്ലെയിനായിട്ട് ഒറ്റയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേഗം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം ആട്ട വേണം. 1.5 കപ്പ് ആട്ട. അപ്പോൾ 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 മില്ലിയാണ്. 240 മില്ലിയുടെ മെഷറിംഗ് കപ്പാണ്. അപ്പോൾ 1.5 കപ്പ് ആട്ട, അതിന് 1 കപ്പ് മൈദ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇടുന്നുണ്ട്. പാകത്തിന് ഉപ്പും ടേസ്റ്റിനനുസരിച്ച്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം പതുക്കെ ഒഴിച്ച് ഇതൊരു ടൈറ്റ് ഡോ ആയിട്ട് കിട്ടണം. ഓരോ സ്റ്റേജിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ആദ്യം തന്നെ കൂടി പോകരുത്. നല്ല ടൈറ്റായിട്ട് മുറുക്കി കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ആവശ്യത്തിനായിട്ടുണ്ട്. ഇതിനെ ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ ഈ പാകമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയി ടിവിയുടെ മുമ്പിലോ അല്ലെങ്കിൽ വല്ല യൂട്യൂബ് വീഡിയോയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇത് കുഴച്ചുകൊണ്ട് അത് ഇരുന്ന് കാണും. അപ്പോൾ നേരം പോണത് അറിയില്ല. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കുഴച്ച് വെച്ചിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ടുള്ളൊരു സോഫ്റ്റ് ഡോ ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മൂടി വയ്ക്കാം. ചെറിയ നനവുള്ളൊരു തുണി വെച്ചിട്ട് മൂടി വെച്ചിട്ട് 1-2 മണിക്കൂർ മാറ്റി വയ്ക്കണം. എന്നാലേ നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വയ്ക്കാം. അപ്പോൾ ഇനി പരത്താൻ വേണ്ടി കുറച്ച് മൈദ എടുത്ത് ചപ്പാത്തി കലമിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിടുന്നുണ്ട്. അതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്താം. ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണ കാരണം പരത്താൻ നല്ല എളുപ്പമാണ്. അപ്പോൾ പരത്തി കഴിഞ്ഞതിന് ശേഷം ഇനി എണ്ണ തടവി കൊടുക്കണം. എന്നിട്ട് മടക്കണം. മടക്കി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ മടക്കണം. ഓരോ സ്റ്റേജും ഓരോ മടക്ക് കഴിഞ്ഞാലും കുറച്ച് എണ്ണ ലൈറ്റായിട്ട് പരത്തി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ റൗണ്ടായിട്ട് പരത്തിയ ചപ്പാത്തി ആദ്യം ഒരു സ്ക്വയറായിട്ട് ഇതുപോലെ മടക്കിയെടുക്കണം. ഇതിപ്പോൾ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ. പക്ഷെ ഇനി നമ്മൾ ചെയ്യുന്നത് ആ സ്ക്വയർ ഒന്നും കൂടി ഇതുപോലെ മടക്കുകയാണ്. ഉള്ളിലേക്ക് 4 കോർണറിൽ നിന്ന് ഉള്ളിലേക്ക് ഇതുപോലെ എൻവലപ്പിൻ്റെ ഒരു ഷേപ്പിൽ ഇതുപോലെ മടക്കി വെക്കണം. ഇങ്ങനെയാണ് കണ്ണച്ച പത്തിരിയുടെ ഷേപ്പ്. എന്നിട്ട് ഒന്നും കൂടി അതുപോലെ മടക്കുന്നുണ്ട്. അതിപ്പോൾ വലിയ ചപ്പാത്തിയായിട്ട് പരത്തിയോണ്ടാണ് ഒന്നും കൂടി മടക്കുന്നത്. ഇതിപ്പോൾ പല ടൈപ്പിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ കണ്ണച്ച പത്തിരി. ഇതുപോലെ ഈ 4 കണ്ണുകൾ കണ്ടില്ലേ, 4 കണ്ണ് വരുന്ന രീതിയിൽ ആണ്. ഇത് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് പരത്താം. ചപ്പാത്തിയുടെ അത്രയും വലുപ്പം വേണ്ട, കുറച്ചും കൂടി ചെറുതായിരിക്കും. എന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്യണം. ഇപ്പോൾ ചിലർ പൂരി പൊരിക്കണ പോലെ നല്ല ചട്ടിയിൽ നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് കുഴിച്ചട്ടിയിൽ എണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ പൂരി പോലെ നല്ല പൊന്തി വരും. ഞാനിപ്പോൾ ഫ്രൈയിങ് പാനിൽ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇടയ്ക്ക് എണ്ണ തീരെ കുറവിലും ഫ്രൈ ചെയ്യാറുണ്ട്. ഏറ്റവും അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉള്ളിൽ നല്ല ലെയർ സോഫ്റ്റായിട്ട് പൊറോട്ട ഒക്കെ പോലെ കുറച്ച് സോഫ്റ്റായിട്ടും പുറത്ത് പൂരി പോലെയും. അപ്പോൾ ചപ്പാത്തിയുടെ ടേസ്റ്റും ഉണ്ട്, പൂരിയുടെ ടെക്സ്ചറും ഉണ്ട്. ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ആദ്യത്തെ സ്ക്വയർ ഉണ്ടാക്കണം നമുക്ക് പല രീതിയിലും ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു രീതി കാണിക്കുന്നുണ്ട് ഞാൻ. ചപ്പാത്തി പരത്തിയതിന് ശേഷം ആദ്യം ഒരു സ്ക്വയർ ചെറുത് ഉണ്ടാക്കണം. എങ്ങനെയെങ്കിലും മടക്കി കിട്ടിയാൽ മതി. ഇത് ഈ ലെയറിങ്ങിന് വേണ്ടിയാണ്. ഓരോ ലെയറിൻ്റെ ഇടയിൽ ആ എണ്ണ തിരിച്ച് കൊടുക്കാൻ മറക്കരുത്.
അപ്പോൾ ഒന്ന് പരത്തി സ്ക്വയർ ആയതിന് ശേഷം പിന്നെ നമുക്ക് ഈ കണ്ണ് വെച്ച് പത്തിരിയുടെ ഷേപ്പ് ആക്കാൻ വേണ്ടി ഇതുപോലെ തന്നെ ആ 4 കോണുകളും ഉള്ളിലേക്കാക്കിയിട്ട് മടക്കി ഇതുപോലെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒന്ന് വലിച്ച് മടക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ചെറിയ സൈസിൽ പരത്തിയെടുക്കണം. അപ്പോൾ അവിടെ ഒരു ടൈപ്പ് കണ്ടില്ലേ. ഇനി വേറെ സ്ക്വയർ ആക്കണ രീതി നോക്കുകയാണ് നമ്മൾ. ഇതുപോലെ ഒരു സ്ക്വയറായി. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം സ്ക്വയർ ഷേപ്പ്. ആദ്യത്തെ സ്ക്വയർ എങ്ങനെയെങ്കിലും മടക്കി ഒന്ന് ചെറിയ സ്ക്വയർ ആക്കിയാൽ മതി. പിന്നെ നമ്മുടെ കണ്ണ് വെച്ച് പത്തിരിയുടെ ഷേപ്പിൽ ആ എൻവലോപ്പ് കോർണേഴ്സ് മടക്കി കയറ്റി ഉള്ള ഷേപ്പ് അതൊന്നും കൂടി പരത്തണം. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച പോലെ ചിലപ്പോൾ ഒരു പ്രാവശ്യം കണ്ണ് വെച്ച പത്തിരി പോലെ മടക്കിയിട്ട് പരത്തി ഒന്നും കൂടി അതുപോലെ തന്നെ മടക്കി പിന്നെയും പരത്താറുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒരു ലെയേഴ്സ് വരുന്ന പോലെ തോന്നും ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ. ഇപ്പോൾ സമയമില്ലെങ്കിൽ അത് വേണ്ട, ഒരു പ്രാവശ്യം ചെയ്താൽ മതി. എന്നിട്ട് എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ കണ്ണിലോടുകൂടി ആ എണ്ണ ഒന്ന് കളയാൻ വേണ്ടി കുറച്ച് നേരം വെക്കാം പാനിൻ്റെ സൈഡിലേക്ക് കുത്തി വെച്ചിട്ട്. എന്നിട്ട് പേപ്പറിൽ വെച്ചാൽ മതി കൂടുതലുള്ള എണ്ണ വലിഞ്ഞു പോകാൻ വേണ്ടി കുറച്ച് നേരം. അപ്പോൾ മടക്കി ചപ്പാത്തി ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇത് മടക്കി ചപ്പാത്തി ആണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുപോലെ എണ്ണ തേച്ച് ഇങ്ങനെ ഇത്രേ ഉള്ളൂ. ഇത്രയും ഉള്ളത് പരത്തിയാൽ അത് മടക്കി ചപ്പാത്തിയായി. ഞങ്ങളുടെ വീട്ടിലത് മടക്കി ചപ്പാത്തിയാണ്. മറ്റേ കോർണേഴ്സ് ഫോൾഡ് ചെയ്യണമെന്നില്ല. പക്ഷെ മടക്കി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ആട്ട മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, മൈദ ചേർക്കാറില്ല. കുറേ ഇങ്ങനത്തെ വിഭവങ്ങളുണ്ട്, ഓരോന്നിനൊരു പേരും ഉണ്ട്. ഓരോ സ്ഥലങ്ങളിൽ വേറെ വേറെ പേരുണ്ടാവും ഇതിന്. പലയിടത്തും പലതും കേൾക്കാം. അപ്പോൾ ശരിക്കും നല്ലൊരു സ്നാക്ക് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സിൽ ഒരുപാട് ഐറ്റംസ് പാക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വെറുതെ ഈ കണ്ണ് വെച്ച പത്തിരി മാത്രം പാക്ക് ചെയ്താൽ മതി. അത് വെറുതെ ഒരു സ്നാക്ക് ആയിട്ട് കഴിക്കാൻ നല്ലതാണ്. തലേന്ന് ഉണ്ടാക്കി വെക്കുന്ന കണ്ണ് വെച്ച പത്തിരി അടുത്ത ദിവസം എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്ക് കണ്ണ് വെച്ച പത്തിരി. അപ്പോൾ ഇവിടെ ഞാൻ ഓയിൽ വളരെ കുറവ് പാനിൽ വെറുതെ ഒന്നും തടവി കൊടുത്തിട്ടുള്ളൂ, വളരെ കുറവ് എണ്ണയിൽ. എന്നിട്ട് അതേപോലെ ചുട്ട് കൊടുക്കുക. ഒരു ചപ്പാത്തി ചുടുന്ന പോലെ ഒക്കെ തന്നെ കുറച്ച് സമയം തിരിച്ചു മറിച്ചും ഒന്ന് കുക്കായി കിട്ടണ വരെ എടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ കണ്ണ് വെച്ച പത്തിരി. ട്രൈ ചെയ്ത് നോക്കിയാൽ വിവരം അറിയിക്കണം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം, ആ ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്യണം, എന്നാലേ പുതിയ അപ്ഡേറ്റ്സ് വരുള്ളൂ. അടുത്ത പ്രാവശ്യം ഒരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ thanks for watching and bye from Shana.